ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 6ന്റെ റിവ്യൂ ആണ്. ഇന്നലെയും മിനിഞ്ഞാന്നും വീഡിയോ ഇട്ടില്ല എങ്കിൽ കൂടെ ഈ ബിഗ് ബോസിൻ്റെ എപ്പിസോഡും അതേപോലെ തന്നെ ചില റിവ്യൂസും ഒക്കെ കേൾക്കുകയുണ്ടായി. മൊത്തത്തിൽ റിവ്യൂസിൻ്റെ ഒക്കെ തമ്പനയിൽ കാണുന്ന സമയത്ത് രേണു സുധി എന്തൊക്കെയോ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോവും. എന്നാൽ അവർ തമ്പനയിൽ സ്റ്റാർ മാത്രമാണ്. ഹൗസിൽ അവരെ തിരയാനൊരു സ്ഥലവും ക്യാമറ ബാക്കിയില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസുകളിൽ വല്ലാണ്ട് കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ഓരോ മൊമെൻറ്റും സ്പെൻഡ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് രേണു ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു പുറം ലോകത്തെ മിസ് ചെയ്യുന്ന രേണു സുധിയുടെ ചില വിഷമങ്ങളൊക്കെ. ആക്ച്വലി ഞാൻ വിചാരിക്കുകയാണ് അവർക്ക് പുറത്തുള്ളതിനേക്കാളും സുഖം അകത്താണ്. പുറത്ത് എന്തൊക്കെ തരം ആക്ഷേപങ്ങളായിരുന്നു. രേണുവിനെ കഴിഞ്ഞ ദിവസം അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന ഇരട്ടപ്പേരിട്ട് വിളിച്ചു. അക്ബർ അതിന് മാപ്പൊക്കെ പറഞ്ഞു. അതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിലുള്ള സാമൂഹിക വിചാരണകളൊക്കെ പുറത്ത് നേരിടേണ്ടി വന്ന വ്യക്തിയാണ് രേണു സുധി. ഇപ്പോഴും നേരിട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ തമ്പനയിലുകളിലടക്കം രേണു മാത്രമേ ഉള്ളൂ. എന്നാൽ ഗെയിമിലൊന്നും കാണാനായിട്ടില്ല. പിന്നെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസിനെ എനിക്ക് ഓരോ ദിവസം ഇഷ്ടപ്പെട്ടു വരികയാണ്, കൂടുതൽ ഇഷ്ടപ്പെട്ടു വരികയാണ്. അവർ എല്ലാവരും ഗെയിം കളിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മറ്റൊരാളിൽ ഒട്ടിപ്പിടിച്ച് നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ഏതെങ്കിലും ഒരാളെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം കൂടെ അങ്ങ് തിരഞ്ഞെടുത്തിട്ട് രാജാവാക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് പുറത്ത് വലിയ സപ്പോർട്ടുണ്ട് എന്നങ്ങ് സ്വയം തീരുമാനിച്ചിട്ട് അയാളുടെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഇൻഡിവിജ്വലി കളിച്ച് മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഷാനവാസിനെ നമ്മൾ കളിയാക്കിയിരുന്നു, വിമർശിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഷാനവാസിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അയാളിങ്ങനെ കയറി വരുന്നുണ്ട്, അയാൾ ക്യാപ്റ്റനായി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അനീഷ് വലിയ ഗെയിമും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്ന് ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അയാളിലുള്ള പ്രതീക്ഷ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അയാൾ ചെറിയ രീതിയിൽ വെറുപ്പിക്കലായി മാറുന്നുണ്ട്. കുറച്ചൊക്കെ ഓക്കെ, വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യന്മാരാണ്, എല്ലാവരും വെറുപ്പിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കണ്ടസ്റ്റൻസിന് അങ്ങനെ വെറുപ്പീര് സമ്മാനിക്കുന്ന ഒരാൾ അവിടെ ഉള്ളത് പ്രേക്ഷകന് വലിയ സന്തോഷമുള്ള സംഗതിയാണ്. പക്ഷെ പ്രേക്ഷകനെയും വെറുപ്പിക്കുന്ന രീതിയിലേക്ക്. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് അയാളുടെ ഗെയിമൊന്നുമല്ല, അയാളുടെ സ്ഥായി സ്വഭാവം ഇതാണ്. അയാളൊരു 100% വെറുപ്പിക്കൽ മച്ചാനാണ്. അയാൾക്ക് മറ്റൊരാളിൽ ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. മറ്റൊരാളുടെ തമാശയോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ സന്തോഷങ്ങളോ അല്ലെങ്കിൽ മറ്റാളുകളുമായി ചേർന്നിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളിലോ അദ്ദേഹത്തിന് ഒരു സന്തോഷവും ഇല്ല. എല്ലാത്തിലും സ്വന്തം കാര്യം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കായിട്ടുള്ള പണി, കോമ്പറ്റീഷൻ മൂഡാണ്. ഇപ്പോൾ ഈ ജയിലിൻ്റെ ഒരു മൊമെൻറ്റ് നമ്മൾ കണ്ടു. അതിനകത്ത് വളരെ രസകരമായിട്ട് അനുവിനെയൊക്കെ നല്ല പച്ചയാട്ടാട്ടിയ ആളാണ് ഈ അനീഷ്. വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ, പുറത്തുള്ള എന്തോ കാര്യമൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ആക്ഷേപിച്ച ഒരാളാണ് അനീഷ്. എന്നിട്ടും അനു എന്തൊക്കെയോ രസകരമായിട്ട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഓരോ ആളുകളുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. എന്നാൽ അനീഷ് അങ്ങനെയൊന്നുമല്ല. അനീഷ് ഇവരവസാനം ആ ഒരു പ്രാങ്ക് നടത്തുന്ന സമയത്ത് പോലും അയാളുടെ ആ ഒരു സ്വത്വത്തിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. അതൊന്നും ഒരു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അയാൾ അങ്ങനെയാണ്. അങ്ങനെ ഒരാൾക്ക് എത്ര കാലം ഈ ബാക്കിയുള്ള ആളുകൾക്ക് വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് പറ്റും? എനിക്ക് അനീഷിലുള്ള പ്രതീക്ഷ അങ്ങനെ പോയി. അക്ബറിൽ വലിയ പ്രതീക്ഷ ഉണ്ട്, അയാൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഈവൻ അനു പോലും ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട്. അപ്പാനി, ശരത്ത്, അപ്പാവി, പാവം എല്ലാത്തിലും വീണു പോകും. എല്ലാത്തിലും ആത്മരോഷം പ്രകടിപ്പിച്ച് എല്ലാ അപകടത്തിലും വീഴും. അതിലേറ്റവും ഫണ്ണിയായിട്ട് എനിക്ക് തോന്നിയത് അനീഷിനെ വെറുപ്പിച്ചിട്ട് ജയിൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് കയറിപ്പോയതാണ്. അനീഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ വെച്ച് ബാക്കിയുള്ള ആളുകൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം അനീഷിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നത് പോലെ മേ ബി എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവ്യൂയിലേക്ക് കടന്നു കഴിഞ്ഞാൽ രേണു സുധിയുടെ പുറം ലോകവുമായി ബന്ധപ്പെട്ട ആ ഒരു മിസ്സിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ അനീഷ് ആൻഡ് രേണു തമ്മിലുള്ള ഒരു അലമ്പ്, അതിപ്പോൾ രേണു സുധി എന്നൊന്നുമില്ല, ആരാണെങ്കിലും അനീഷ് അവരുമായിട്ട് അലമ്പുണ്ടാക്കും. പിന്നെ അനീഷിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എന്നോ അല്ലെങ്കിൽ അയാളുടെ ഒരു രീതി എന്നോ പറയാവുന്ന ഒരു സംഗതിയാണ് ഒരു കാര്യം തന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, ഇതൊക്കെ സ്ഥിര സ്വഭാവമാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ വലിയ പാടാണ്. രേണു കണ്ണടച്ചത് ഞാൻ കണ്ടു എന്നൊക്കെ 10-25 തവണ പറയുമ്പോഴത്തേന് പ്രേക്ഷകർ തന്നെ വെറുത്ത് പണ്ടാരടങ്ങി പോവും. അതേപോലെ നെവിൻ എന്ന കണ്ടസ്റ്റൻറ്റ് 2-3 ദിവസങ്ങളായിട്ട് ഞാൻ അയാളുടെ ചില ആംഗ്യവിക്ഷേപങ്ങൾ, ചില പെർഫോമൻസുകൾ, എസ്പെഷ്യലി ആര്യൻ്റെ ആ ഒരു ബാൻഡ് അടിച്ചിട്ട് പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, എന്നെ നിനക്ക് വിശ്വാസമില്ല, ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടികൾ രസമുണ്ടായിരുന്നു. എന്നാൽ നെവിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന്
ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മറ്റേ കലാഭവൻ സരിക ജയിൽ നോമിനേഷനിലേക്ക് നെവിൻ പോയി കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ മാറുമോ എന്നുള്ളത് ചെക്ക് ചെയ്തത്. പക്ഷേ നെവിൻ്റെ കയ്യിൽ നിന്ന് പോയി. ബിൻസി ആയിട്ടുള്ള ആർ ജെ പറമ്പിൽ ബിൻസി ആയിട്ടുള്ള അലമ്പ്. ബിൻസിയൊക്കെ ഇത്തിരി സീനാണ്. ബിൻസിയുടെ ഭാഷയൊന്നും അത്ര ശരിയൊന്നുമല്ല. നെവിനൊക്കെ അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഫാർ ബെറ്റർ ആണ്. നെവിനൊന്നും അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റെസ്പെക്റ്റ് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന പിടിവാശിയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ തന്നെ പറ്റില്ല. അത് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഒരു ഇമോഷണൽ കണക്ഷൻസും ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരിൽ പല ആളുകൾക്ക് അതില്ല. ഈവൻ ആ ചെറിയ റെന ഫാത്തിമ പോലും എല്ലാവരിലും ഒരു പ്രതിയോഗിയെ കണ്ടെത്തി ആരിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. മുന്നിലൊക്കെയാണ് അവിടെ പെട്ടത്. 7ന്റെ പണികളുടെ ദിവസങ്ങളിലെ ബുദ്ധിമുട്ട് ബിഗ് ബോസ് മനസ്സിലാക്കുകയും ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് എല്ലാ ആളുകളുടെയും കാര്യത്തിൽ ഒരു കെയർ എടുത്തതായി നമ്മൾ കണ്ടത് ബിന്നി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭക്ഷണം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തോ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, വസ്ത്രം പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭക്ഷണത്തിനാണ്. അപ്പോൾ അത് ബിഗ് ബോസ് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ബിന്നി ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതും അതേപോലെ തന്നെ ബിന്നിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നതും ബിന്നിക്ക് കണ്ടസ്റ്റൻസിനിടയിൽ നല്ലൊരു പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അക്ബറിന് ഇന്നലത്തെ ടാസ്കിൽ വിജയിച്ചതുകൊണ്ട് തന്നെ പണിപ്പുരയിൽ പോയി ഭക്ഷണങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഊട്ടാനായിട്ടുള്ള അവസരമാണ് അക്ബറിന് ലഭിച്ചത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് അക്ബറിന് മാത്രമുള്ള ഭക്ഷണം അവിടെ ഉള്ളൂ. അവിടെ പൊറോട്ട ഉണ്ട്, മട്ടൺ ഉണ്ട്, ബർഗർ ഉണ്ട്, മാഗി ഉണ്ട്, കുഴിമന്തി ഉണ്ട്. ശരിക്കും കുഴിമന്തി എന്ന് പറയില്ല, മന്തി എന്നേ പറയത്തുള്ളൂ. ശരിയാണ് കേട്ടോ. ഈ കുഴി വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ഈ കുഴി എന്നുള്ളത് നമ്മൾ എല്ലാ ഭക്ഷണങ്ങളിലും എന്തെങ്കിലുമൊക്കെ ലോക്കലായിട്ടുള്ള നമ്മുടെ ചില നിലവാരമില്ലായ്മ കുത്തിക്കയറ്റാറുണ്ടല്ലോ. അതുകൊണ്ട് കുത്തിക്കയറ്റൊരു സംഭവമാണ് കുഴി എന്നുള്ള ആളുകളുടെ പറച്ചിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ശരിയാണ്, മന്തി എന്ന് പറഞ്ഞാൽ മതി. പുറത്തൊക്കെ മന്തി, ഇത് കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ മന്തി എന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ കുഴിമന്തി ഉണ്ട് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഫുഡൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആകെ 20 സെക്കൻഡേ ഉള്ളൂ. അതേപോലെ തന്നെ ഇടിയും മിന്നലൊക്കെ ഉള്ള ആ ഒരു റൂമിൽ കയറിയിട്ട് വേണം ഈ സാധനം എടുക്കാൻ വേണ്ടി. പിന്നെ ഈ കണ്ടസ്റ്റൻസിന് ഇതുപോലുള്ള ടാസ്കുകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന തരത്തിലേക്കുള്ള കണക്കുകൂട്ടലില്ലായ്മയുണ്ട്. ടാസ്ക് മനസ്സിലാവത്തില്ലാത്തൊരു സാഹചര്യമുണ്ട്. അക്ബർ ഓടിപ്പോയി സാധനം എടുത്തു, കുറേ സാധനം എടുത്തുകൊണ്ട് വന്നു, വീണ്ടും കുറച്ച് സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ബാക്കിയുള്ള ആളുകൾ പറയുകയാണ് വീണ്ടും പോയി സാധനം എടുക്കുക. ബിഗ് ബോസ് പോയിന്റുകളെ കുറിച്ചിട്ട് പറഞ്ഞതിലോ അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചിട്ട് എല്ലാ സീസണിലും ശ്രദ്ധിക്കാറുണ്ട് എന്നതിനെ കുറിച്ചിട്ടോ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അനീഷിന് അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അക്ബർ പോയി സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നു, വീണ്ടും സെക്കൻഡ്സ് ബാക്കിയുണ്ട്, പുള്ളി റിസ്ക് എടുക്കാനായിട്ട് റെഡിയല്ല. സാധനങ്ങൾ എണ്ണി നോക്കിയപ്പോൾ പോയിന്റ്സ് കൂടുതലാണ്, ഇവരുടെ കയ്യിലുള്ള പോയിന്റ്സിനേക്കാളും കൂടുതലാണ് സാധനങ്ങളുടെ വാല്യൂ. അപ്പോൾ അനീഷ് അവിടെ നിന്ന് പറയുകയാണ് ബിഗ് ബോസ് ഇതിന് വാല്യൂ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഈ ഒരു സാധനങ്ങൾ തിരിച്ചെടുക്കും. ആളുകൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടാതെ അതിൻ്റെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് അനീഷിൻ്റെ ഇത്തരത്തിൽ ഉള്ള ആ ഒരു സ്വാർത്ഥത, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പണി കിട്ടണം, അതിലൊരു സന്തോഷം, അതിലൊരു ഗെയിം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്വാർത്ഥത ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ നല്ല രീതിയിൽ പ്രതികരിക്കും. കിച്ചണിലൊക്കെ പണിയെടുക്കുന്ന കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ഒന്നിലടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രതികരിക്കുന്നു. ഷാരികയ്ക്ക് കലിപ്പായി. പൊതുവെ ഷാരികൊന്നും അങ്ങനെ കലിപ്പാവുന്നില്ല, പക്ഷേ ഷാരികയെ ഇൻ്റർവ്യൂകളിൽ കാണുന്നതിൽ നിന്ന് വളരെയധികം ബെറ്ററാണ്, ഇഷ്ടപ്പെടുന്നുണ്ട് പ്രേക്ഷകർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഷാരികയുടെ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും വിഷയം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും അനീഷ് വാ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഓടി ചാടി വന്ന് മിണ്ടായിരടാ, നീ ആരടാ എന്നൊക്കെ പറഞ്ഞാൽ അലമ്പുണ്ടാക്കുന്ന ഒരാളുണ്ടല്ലോ, ആരാണ് അയാൾ? അപ്പാനി ശരത്ത്. അയാളും വൻ വിഷയം ഉണ്ടാക്കുന്നുണ്ട്, അക്ബർ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ബിഗ് ബോസ് വലിയ പണിഷ്മെൻറ്റുകളിലേക്കൊന്നും പോയില്ല. എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ തിരിച്ചു വെച്ചിട്ട് ബാക്കി എടുക്കുക. ഏതായാലും അക്ബർ അങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് വന്നതിൻ്റെ നന്ദി പിന്നീട് ഒരു ടാസ്കിൽ കണ്ടസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും കാണുന്നത് റെന ആൻഡ് ഒനിൽ തമ്മിലുള്ള ഒരു അലമ്പാണ്. കിച്ചണിൽ പോയിട്ടുള്ള ഒരു അലമ്പാണ്. ആക്ച്വലി റെന എന്ന് പറഞ്ഞ ഗെയിമർ കയറി വരുന്നുണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് അത്ര വലിയ നല്ല ഗെയിമായിട്ട് തോന്നില്ല. ഒരുമാതിരി ലോ ക്ലാസ് ഗെയിം കളിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എപ്പോഴും തൻ്റെ പ്രായം അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വീണ് പോകുന്ന എന്തെങ്കിലും ഒരു സംഗതി അതൊക്കെ എടുത്തു വെച്ചിട്ട് ചുമ്മാ ഒരുമാതിരി ഒരു വെറുപ്പിക്കുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നോറയൊക്കെ കളിച്ചേക്കൂട്ടുള്ള ഒരു ഗെയിമാണ് ഈ റെന ഫാത്തിമ
ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്ര രസമുള്ളൊരു ഗെയിമല്ല. പിന്നെ ഒനിൽ കിച്ചണിലാണ് നിൽക്കുന്നത്. അയാൾക്ക് അവിടെ നിന്നൊരു മോചനമൊന്നുമില്ല. അയാൾ അവിടെ നിൽക്കുകയാണ്. കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ട് ഒരു ആക്ടിവിറ്റി, ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്നു. അവർ പ്രതികരിക്കുന്ന സമയത്ത് പുള്ളിക്കാരും മറ്റേ കാടങ്ങോട്ട് ഇറക്കിയിടുന്നു. സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, ഭക്ഷണത്തിൻ്റെ കണക്ക് പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ കണക്ക് പറയാമോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു 10-20 തവണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളിലെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പല സാധനം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പാനി ശരത്ത് ഒരു സാധനം എടുത്തിട്ടിരുന്നു, പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളുടെ എതിരായിട്ടാണ് നീ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അനീഷിനോട് പറയുന്നത്. അനീഷ് പറഞ്ഞ വൃത്തികേടാണെന്നുണ്ടെങ്കിലും എന്തിനാണ് കുഞ്ഞുങ്ങൾ, വിധവകൾ, അമ്മമാർ, സ്ത്രീകൾ, അവർക്ക് വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നൊക്കെ വെറുതെ കുറേ എണ്ണം പറയുന്നുണ്ട്. അതൊക്കെ എന്തുവാണ്, ഇവരൊരു ഗെയിം കളിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോയിരിക്കുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന റിയാലിറ്റി ഷോ ആണ്. അത്ര മികച്ച ഒരു ആസ്വാദനം, അത്ര നല്ല ചില മെസ്സേജുകൾ സമൂഹത്തിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്നെങ്കിലും ഒരു മികച്ച സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നല്ല സംഭവമൊന്നുമല്ല. പിന്നെ അവിടെ പോകുന്ന കണ്ടസ്റ്റൻസ് മികച്ചവരാണ്, മികച്ചവരെ സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നു, അങ്ങനെയൊന്നും നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. അതിൽ പല തരക്കാരുണ്ട്. അതിൽ മികച്ച ഒരാൾ, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ അവസാനം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പലതവണയും എന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അതും നടക്കാറില്ല. അപ്പോൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് പല രീതിയിൽ പല മോശം ഭാഷ ഉപയോഗിക്കുന്ന കണ്ടസ്റ്റൻസ് ഈ പുറത്തുള്ള ആൾക്കാരിലെ ഓരോ വിഭാഗത്തിൻ്റെ അട്ടിപ്പറ അവകാശം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പൊളിയും. അപ്പോൾ അതുപോലുള്ള കാർഡുകളൊക്കെ എടുക്കാതിരിക്കുക. ഇപ്പോൾ രേണു സുധി, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തോളും. പിന്നെ അദ്ദേഹം ഈ വിധവകളുടെയും സിംഗിൾ മദേഴ്സിൻ്റെയൊക്കെ ഫുള്ള് റെപ്രസെൻറ്റേഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന എന്തിനാണ്? ഇന്നലെ പുള്ളി പറഞ്ഞ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം രേണു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ, ആ ഒരു സ്ത്രീ പിന്നീട് ഒരുങ്ങി ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും ആൾക്കാർ അതും ഇതും പറയും, ജീവിക്കാൻ സമ്മതിക്കില്ല. അതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രേണു സുധി വിധവ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാലേ അവരൊരു പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ് എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. സുധിച്ചേട്ടൻ്റെ ഓർമ്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു ഇമോഷണൽ സൈഡ്. പക്ഷേ ഇവരൊരു ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അവരവരിലൂടെ അറിയപ്പെടണം. അവരവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടോ അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചിട്ടോ ഇഷ്ടങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും സംസാരിക്കുന്നില്ല. വെറുതെ രേണു സുധിയായിട്ട് വന്ന ഏതോ മൂലക്കിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഈ കാർഡുകളുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഏതായാലും എല്ലാവർക്കും റെനയുടെ ഈ ഒരു ഗെയിം മനസ്സിലായി. അത് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിക്കും. ഇപ്പോൾ ഒരുത്തനൊരു സാധനം ഇറക്കി ആദ്യത്തെ അങ്ങ് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഓരോ ആൾക്കാർ ചെയ്യുന്നത് പോലെ കയറി പിടിക്കില്ല. സ്ത്രീകൾ അത് പറഞ്ഞു വന്നാൽ അവരുടെ കൂടെ നിന്നേക്കാം. എല്ലാ ആൾക്കാരെയും, സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും, അല്ല ഒരു ഭാഗത്തിനെ ഇവരിൽ നിന്ന് തിരിക്കാമെന്നൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടികൾ മൊത്തത്തിൽ നടക്കുന്നില്ല. ഈവൻ അനു അടക്കമുള്ള ആൾക്കാർ റെനയോട് പറഞ്ഞു, അത് അങ്ങനെയല്ല, നീ പറയുന്നത് പോലെയല്ല, നീ അനാവശ്യമായിട്ടാണ് അതിലേക്ക് ഇടപെടുന്നത്. എല്ലാവരും, ആ കിച്ചണിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും റെനയുടെ ആ ഒരു ഗെയിമിനെ പൊളിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമാണ് അനു ആര്യൻ തമ്മിലുള്ള ഒരു അലമ്പ് നമ്മളവിടെ കാണുന്നത്. ഫിംഗർ കാണിച്ചു. ഇപ്പോൾ മിഡിൽ ഫിംഗറൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിനെ ഒരു തെറിയായിട്ടൊക്കെ ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ചെറുക്കൻ റിംഗ് ഫിംഗറാണ് കാണിച്ചത്. ഇപ്പോൾ അവൻ്റെ തെറി ഫിംഗർ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നത് മോശമാണ് എന്നങ്ങോട്ട് കരുതാം, അഴുക്കപ്പയൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താം. പക്ഷേ ഇവിടെ അനുവിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നാട്ടുകാർ എൻ്റെ അടുത്തൊരു ചെറുക്കനെ അങ്ങനെ കാണിക്കുന്നത്, എനിക്കത് ഇന്നലെ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതും വർക്കാവില്ല. അതൊക്കെ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു രസം എന്നുള്ള രീതിയിൽ ആളുകളത് വിടും. പക്ഷെ അനീഷ് പറഞ്ഞ ആ ഒരു സാധനം, അനുവിനെതിരെ ഉന്നയിച്ച ആരോപണം, സ്ത്രീവിരുദ്ധനാണ്, അതൊക്കെ ഓക്കെ, അതൊക്കെ അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ കോമഡികൾ, അവനിലെ ഒരു ഫൺ ഉണ്ടാക്കാനായിട്ടുള്ള എലമെൻറ്റുകളായിട്ട് നമുക്ക് കരുതാം. പക്ഷേ വെറുതെ ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുക, പുറത്തുള്ളൊരു കാര്യം ഇവനോട് ആരോ പറഞ്ഞ കാര്യമൊക്കെ എടുത്ത് ഉന്നയിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ്. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഭാഗ്യത്തിൻ്റെ പണിപ്പുര എന്ന ആ ഒരു ടാസ്കിൽ നിന്ന് അവസാന റൗണ്ടിൽ വന്ന് 8 ആളുകളിൽ നിന്നാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 3 പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അപ്പോൾ അപ്പാനി ശരത്ത് പറഞ്ഞ ആളുകൾ ഷാനവാസ് അക്ബർ, രഞ്ജിത്ത് ഷാനവാസ് ബിന്നി, ആദില നൂറ ഗിസൈൽ, അതേപോലെ തന്നെ ഷാനവാസ്, രേണു ബിന്നി അക്ബർ, അനു ബിന്നി ഷാനവാസ്, ഷൈത്യ അക്ബറിനെ ആര്യനെയും പറയുന്നു, ബിൻസി ബിന്നിയെയും അഭിലാഷിനെയും പറയുന്നു, സരിക അഭിലാഷിനെയും ബിന്നിയെയും പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്തി കയറി വന്ന ഒരു കണ്ടസ്റ്റൻ്റ് അഭിലാഷാണ്. കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലും ആൾക്കൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട്, പ്രേക്ഷകർക്കിടയിലും ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. ആദ്യത്തെ അമിത ആവേശം അഭിലാഷ് വിട്ടു.
ഇപ്പോൾ അഭിലാഷ് കാര്യങ്ങളൊക്കെ കേട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ തരത്തിലുള്ള ആക്ടിവിറ്റികളിലൊക്കെ നമുക്ക് കാണാം. അയാൾക്കൊരു പോയിന്റ് ഉണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. ആളെങ്ങനെ ആയിക്കോട്ടെ, അയാളെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഫസ്റ്റ് ഡേ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗെയിമിൽ നമുക്കിപ്പോൾ ഗെയിം നോക്കാം. പിന്നെ ബിൻസി ബിന്നിയെയും അഭിലാഷിനെയും പറയുന്നു. സരിക അഭിലാഷ് ബിന്നി, നവീൻ ഗിസേൽ അഭിലാഷ്, ഷാരിക ബിന്നി അഭിലാഷ്, ഒനിൽ അഭിലാഷ് ഗിസേൽ ബിന്നി അഭിലാഷ് അക്ബർ, രന പറയുന്നത് ഷാനവാസ് അഭിലാഷ് ആര്യൻ അക്ബർ അഭിലാഷ്, ഗിസേൽ പറയുന്നത് ഷാനവാസ് ആര്യൻ അക്ബർ അഭിലാഷ് ഗിസേൽ, ഷാനവാസ് അഭിലാഷ് ബിന്നി, അഭിലാഷ് പറയുന്ന റെന അക്ബർ. അനീഷ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ വന്നിട്ട് ഷാനവാസ് ആയാൽ എന്തുട്ടാ കാണിക്കണമെന്നുള്ളത് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളെ ആക്കുന്നു. പിന്നെ റെന ഫാത്തിമ. അപ്പോൾ ഇതിനകത്ത് ഗിസേലിൻ്റെ ഒരു ഹൗസിലെ പ്രസൻസ് അത് വ്യത്യസ്തമാണ്. ഗിസേൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ ചില നിർബന്ധ ബുദ്ധികളുണ്ട്. അതായത് മേക്കപ്പ് ഇടാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കും, ഏത് ആക്ടിവിറ്റിയിലും പങ്കെടുക്കും, ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഓക്കെയാണ്. പക്ഷേ മേക്കപ്പ് സാധനങ്ങൾ വിട്ടിട്ടുള്ളൊരു പരിപാടി പുള്ളിക്കാരിക്ക് പറ്റില്ല. ആളുകളുടെ വളരെ ബേസിക് ആയിട്ടുള്ള വീക്ക്നെസ്സുകളെ പിടിച്ച് ഒട്ടച്ച് വിടുന്ന പരിപാടിയാണ് ഇത്തവണത്തെ സീസണിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത്. തുടക്കം മുതൽ ഇത്ര കഷ്ടപ്പാട്. അവസാനം 7 വോട്ടുകളോടെ ഷാനവാസ് ബിന്നി, 10 വോട്ടുകളോടെ അഭിലാഷ്. പിന്നെ നമ്മൾ എപ്പിസോഡ് കണ്ടത് ലൈവിലൊക്കെ ആളുകൾ പലതവണ കണ്ടത് അപ്പാനി അനീഷുമായിട്ടുള്ള അലമ്പ്. അപ്പാനിയുടെ ചില ഡയലോഗുകൾ ഭയങ്കര രസമാണ്. നിനക്ക് ആർട്ടിസ്റ്റുകളെ ഒരു വിലയില്ലടാ ചോദിച്ചിട്ടുള്ളൊരു ഡയലോഗുകൾ. അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്പാനിയോടുള്ള കുറച്ച് വിലയും പോകും. അനീഷും അതിലേക്ക് നടക്കുമ്പോൾ എന്തിനാണ് അപ്പാനി അതിനകത്തൊക്കെ പോയി ഇങ്ങനെ, അപ്പാനിക്ക് അങ്ങോട്ട് പറ്റണില്ല. മറ്റേ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പൂച്ചയും അതേപോലെ തന്നെ നായ്ക്കുട്ടികളൊക്കെ ആരെങ്കിലും കാണുമ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ മൃഗങ്ങളോ കാക്കയൊക്കെ വരുമ്പോഴത്തേനും അങ്ങോട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് ചെല്ലുന്നത് പോലെയാണ് ഈ അപ്പാനി അനീഷിനെ കാണുമ്പോഴത്തേന് ചാടിത്തുള്ളി അങ്ങോട്ട് ചെല്ലുന്നത്. പുള്ളിക്ക് അങ്ങോട്ട് പറ്റണില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് വളരെ രസകരമായിട്ടുള്ളൊരു സീനാണ്. ഫസ്റ്റ് ജയിൽ നോമിനേഷൻ വന്നു. അപ്പോൾ ക്യാപ്റ്റന് ഡയറക്റ്റ് നോമിനേഷനുണ്ട്. അനീഷിന് ഒരു പ്രത്യേക അധികാരം കിട്ടി. പ്രത്യേക അധികാരം അനീഷിന് കിട്ടുമ്പോഴത്തേന് അനീഷിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നക്ഷത്രം തെളിഞ്ഞ് ബാക്കിയുള്ള ആളുകളുടെ മുഖമൊക്കെ അങ്ങോട്ട് വാടി. കയ്യോടെ കൊടുത്തു അപ്പാനിക്കിട്ട ഒരെണ്ണം. ജയിൽ നോമിനേഷനിൽ അപ്പാനി ശരത്ത് അതൊക്കെ ചോദിച്ച് വാങ്ങിയ കേസ് കേട്ടാണ്, ഒരാവശ്യമില്ലാത്ത കേസ് കേട്ട്. അവസാനം ജയിൽ നോമിനേഷൻ വന്നു. ആളുകൾ ഓരോ ആളുകളെ പറയുകയാണ്. നവീൻ RJ ബിൻസി കൂർക്കം വലിച്ചുറങ്ങുകയാണ്, ഇവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ല എന്നൊക്കെ നവീൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുന്നു. രസമുണ്ടായിരുന്നു. ഒനിൽ അനുവിനെ കുറിച്ചിട്ട് പറയുന്നു, അനു ഒന്നിലും ആക്റ്റീവ് അല്ല. അപ്പാനി ശൈത്യ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് ജയിൽ നോമിനേഷനിലേക്ക് ഇടുന്നു. അനു ശൈത്യനെ പറയുന്നു, ശൈത്യ അനുവിനെ പറയുന്നു പെർഫ്യൂം യൂസ് ചെയ്തു. കലാഭവൻ സരിക നവിനെ പറയുന്നു, നവിൻ്റെ ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. അത് ബാലിശമായിട്ടുള്ള ഒരു പോയിൻ്റാണ് എന്ന് നവിൻ പറയുന്നുണ്ട്. രഞ്ജിത്ത് അനുവിനെ പറയുന്നു, ആദില നൂറ ശൈത്യനെ പറയുന്നു, ശാരിക അനുവിനെ പറയുന്നു, അനു കുറേ കാർഡ്സ് ഇറക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ശാരികയുടെ പരാതി. ബിൻസി രേണുവിനെ പറയുന്നു, ട്രൈ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അതൊക്കെ വളരെ ശരിയാണ്. റെന രേണുവിനെ പറയുന്നു, ഗിസേൽ രേണുവിനെ പറയുന്നു വയ്യാണ്ട് എപ്പോഴും ഇരിക്കുകയാണ്, ഒരു സൈഡിൽ ആക്റ്റീവ് അല്ല. ആര്യൻ നവിനെ പറയുന്നു സാധനങ്ങൾ എടുക്കുന്നു. നവീൻ സാധനങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് വളരെയധികം എടുക്കുള്ളൊരുത്തനാണ്. ബിന്നി ഒനിലിനെ പറയുന്നു റെസ്പോൺസിബിളായിട്ട് കിച്ചൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല, എല്ലായിടത്തും ഇടപെടുന്നില്ല. എനിക്ക് കൃത്യമായിട്ടത് മനസ്സിലായില്ല കേട്ടോ. കിച്ചൺ അധികം ഇങ്ങനെ കാണിക്കുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അധികം കാണിക്കുന്നില്ല എപ്പിസോഡിലൊന്നും. എനിക്ക് തോന്നുന്നു അവിടെ വലിയ കാര്യമായിട്ടുള്ള കണ്ടൻ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അക്ബർ അനുവിനെ പറയുന്നു ക്ലീനിങ്ങിനൊക്കെ തടസ്സം ഉണ്ടാക്കുന്ന ആൾ. അഭിലാഷ് അനുവിനെ പറയുന്നു സമയത്ത് റിയാക്ട് ചെയ്യുന്നില്ല, പിന്നീട് റിയാക്ട് ചെയ്യുന്നു. ഷാനവാസ് ബിൻസിയെ പറയുന്നു, ഈ ഷാനവാസ് ഉറക്ക അഭിനയിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പർ കിട്ടിയിരുന്നു. എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊരു വിശ്വാസവഞ്ചന പോലെ തന്നെ കാണുന്നവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അത് പിന്നെ ഒരു രീതിയിൽ അത് അവിടെ നടന്നതുകൊണ്ട് ഷാനവാസ് എന്ന് പറയുന്ന ഗെയിമറെ ബാക്കിയുള്ള ആളുകൾ സൂക്ഷിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഷാനവാസിനെ അങ്ങനെ കാണട്ടെ. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റ് കണ്ടസ്റ്റൻ്റാണ്. ഷാനവാസിനെ പോലുള്ള ഒരാൾ വേണം. കാരണം ഒരു സീസണിലെ ടോപ്പ് ആവാൻ വരെ സാധ്യതയുള്ള ഒരാളാണ്. ഇതിന് ശേഷമാണ് ഈ നവിൻ ആൻഡ് RJ ബിൻസി തമ്മിലുള്ള അലമ്പൊക്കെ നമ്മൾ കാണുന്നത്. ഈ പേക്കോലം കളിച്ച് നടക്കുന്നു, എടി പൊടി എന്നൊക്കെ അമ്മയും പെങ്ങളെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് RJ ബിൻസിയാണ്. നവീൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ മറുപടികളാണ്
അതിലൊന്നും നമുക്ക് ആ ഒരു കുത്തൽ ഫീൽ ചെയ്യില്ല. പക്ഷേ ബിൻസി പറയുന്നത് ശരിക്കും കറക്റ്റായിട്ട് അയാളെ അങ്ങ് അധിക്ഷേപിക്കലാണ്. അയാളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടും അയാളുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ടും അയാളുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടും വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. പാവക്കൂത്ത്. തന്നിരിക്കുന്ന വടി കൊണ്ട് സ്വന്തം ഫോട്ടോ ഉള്ള പാവ അടിച്ച് താഴെ ഇടുക. ബ്ലൈൻഡ് ഫോൾഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അവരത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഷാനവാസ് അടിച്ചിട്ടു. അങ്ങനെ ക്യാപ്റ്റൻ ഷാനവാസായി മാറി. ഈ സീസണിലും ജയില് ആദ്യമായിട്ട് തുറക്കുന്ന, ജയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പരിപാടിക്ക് ഒരു പ്രത്യേക കളറൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നാടമുറിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി അനീഷ് ജയിലിൻ്റെ നാടമുറിച്ച് ഈ ഒരു കർമ്മം നടത്തിയിരിക്കുകയാണ്. അനുമോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ അനീഷിനോടുള്ള ദേഷ്യമൊക്കെ മറന്നിട്ട് അനീഷിൻ്റെ അടുത്ത് കൗണ്ടർ അടിക്കാനായിട്ടും അയാളെ വേറൊരു രീതിയിലേക്ക് ചുമ്മാ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കളിയാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ രസമാണ്. പക്ഷേ അനീഷ് എടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല തൊലിക്കെട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഈ നല്ല തൊലിക്കെട്ട് ഉണ്ടെങ്കിലും അനീഷ് പച്ചക്കാട്ടും, നല്ല വൃത്തികെട്ട രീതിയിൽ ആട്ട് കിട്ടും. ഇത്തവണത്തെ ജയിൽ പണിഷ്മെൻറ്റും വലിയ തരക്കേടില്ലായിരുന്നു. വട്ടത്തിലും ചതുരത്തിലും അതേപോലെ തന്നെ ത്രികോണത്തിലുമൊക്കെ എണ്ണം കണക്കിന് ചപ്പാത്തികൾ പരത്തുക എന്നുള്ളതായിരുന്നു ടാസ്ക്. നാരായണിയും അക്ബറുമായി അവർ ആ ഒരു ടാസ്ക് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് വന്ന് അവിടെ വീണ്ടും പരത്താൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണോ എന്നറിയത്തില്ല, ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. ഈ അനീഷ് ഉറങ്ങാതിരിക്കുകയാണ്. കാരണം ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ ഒരു പണി കിട്ടുന്നത് കണ്ടാസ്വദിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി കണ്ടസ്റ്റൻസിനെ ഇയാളങ്ങോട്ട് ശരിക്ക് പ്രഷർ കൊടുത്ത് അങ്ങോട്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ ഇത് എത്രത്തോളം നമുക്ക് എത്ര ദിവസം എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. നമ്മൾ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പോൾ ഈ വെറുപ്പിക്കലൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള മൊമെൻറ്റ്സും വേണമെന്നേ, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഒരു സൈക്കോ മൂഡിലേക്കൊക്കെ പോവില്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.